രണ്ടു പേർ ചേർന്ന് യാത്രാ വിവരണം എഴുതുക. അതും ഭാര്യയും ഭർത്താവും. എങ്ങനെയുണ്ടാവും? അങ്ങനെ എഴുതിയ ഒരു മനോഹര യാത്രാ വിവരണം പരിചയപ്പെടുത്താം. മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു ചെലവുമില്ലാതെ നമുക്ക് ദക്ഷിണാഫ്രിക്ക വരെ പോയി വരാം. കാഴ്ചകൾ കാണാം. അതോടൊപ്പം ചരിത്രാവലോകനവും സാമൂഹ്യ രാഷ്ട്രീയ വിശകലനവും അടങ്ങിയതാണ് സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് CM മുരളിയേട്ടനും ശാന്തേച്ചിയും എഴുതിയ ദക്ഷിണാഫ്രിക്ക കാഴ്ചപ്പുറവും കാണാപ്പുറവും. ചില എഴുത്തുകൾ വരുമ്പോൾ ചില ചരിത്രവും വഴിമാറേണ്ടി വരും. 1-ാം അധ്യായം തന്നെ അങ്ങനെ ഒരു ചരിത്രം മാറ്റി എഴുതുകയാണ്. അതൊന്ന് വായിക്കാം. ഗുഡ് ഹോപ്പ് മുനമ്പ് ഒരു കോമ തിരിച്ചു വെച്ചതുപോലെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വത പ്രദേശമാണ്. ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പ്രദേശമാണിതെന്ന പൊതുബോധം തന്നെയായിരുന്നു ഞങ്ങളും പുലർത്തിയിരുന്നത്. അങ്ങനെയല്ലെന്നും കേപ്പ് അഗുൽഹാസാണ് തെക്കേ അറ്റത്തെന്നും ബാസ്റ്റിൻ പറഞ്ഞിട്ടും അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിഞ്ഞില്ല. നമ്മുടെ പാഠപുസ്തകങ്ങൾ വരുത്തിവെക്കുന്ന വിനയാണിതെല്ലാം. ബാസ്റ്റിൻ മൊബൈലിൽ ആഫ്രിക്കയുടെ മാപ്പെടുത്ത് സൂം ചെയ്ത് കാണിച്ചപ്പോഴാണ് ഗുഡ് ഹോപ്പ് എവിടെ കിടക്കുന്നു, അഗുൽഹാസ് എവിടെ കിടക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കാനായത്. വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശി എന്ന പൊതുധാരണയും ഈ പുസ്തകത്തിൽ ഉളിച്ചെഴുതുന്നുണ്ട്. അപ്പം പുസ്തകം വാങ്ങി വായിക്കാൻ മറക്കേണ്ട. പുസ്തകം കിട്ടാനുള്ള നമ്പർ ഞാനിവിടെ കൊടുക്കാം.